അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അളവ് കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റീലിന്റെ ഒരു ഗ്ലാസ് എടുക്കുക. ഇതിൽ മാവും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ തന്നെ അളന്നെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. 1/2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് കടലമാവാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വറുക്കാത്ത റവ തന്നെയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളുപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. സോഡാ പൊടിയാണേ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു മിക്സിയിലെ ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഈ പഞ്ചസാര പൊടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു 2-3 ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് കുരു ഇട്ട് ഈ പഞ്ചസാരയുടെ കൂടെ ചേർത്ത് പൊടിക്കാവുന്നതാണ്. പൊടിച്ചെടുത്ത പഞ്ചസാര ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി പൊടിച്ച പഞ്ചസാരയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് നെയ്യാണ്. 1/2 കപ്പ് നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ എടുത്താലും മതി. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിന് പകരമായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ഒരു ക്രീം പരുവം ആവുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു ക്രീം പരുവം ആവണം. കൈവിടാതെ പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ക്രീം പരുവത്തിന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് വെറും സീഡ് മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഏലക്കപ്പൊടി പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പ് കല്ല് വെച്ചിട്ട് പൊടിച്ചെടുത്തതാണ്. മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇടുകല്ലിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കുകയോ ചെയ്യുക. ഞാനിപ്പോൾ കശുവണ്ടി പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നട്ട്സ് എടുക്കാം. പിസ്ത എടുക്കാം, ബദാം എടുക്കാം, നിലക്കടല എടുക്കാം. ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ എടുക്കാവുന്നതാണ്. നട്ട്സുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം റെഡിയാക്കി എടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. മാവ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള മാവ് എടുക്കുക. ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് മാവ് കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല, കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. എല്ലാ മാവും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അത് എല്ലാ മാവും ഉരുളകളാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു ഇഡ്ഡലി തട്ടിലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ഉരുട്ടിയെടുത്ത ഓരോ ഉരുളയും ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഈ മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഈ കൈവിരൽ വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുക. ചെറുതായിട്ട് ഇതിൽ വെച്ചിട്ട് പൊടിച്ചടിക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്തടിക്കുകയോ ചെയ്യാം. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പിസ്ത വെച്ച് കൊടുക്കുന്നത്. 2 തട്ടിലും ഇതുപോലെ തന്നെ ചെയ്യാം. ഈ ഒരു തട്ടിൽ ചെയ്തു, ഇനി ഒരു തട്ടുണ്ട് അതിലും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. 2ാമത്തെ തട്ടിൽ ഞാൻ വെച്ച് കൊടുത്തു. ഇഡ്ഡലി ചെമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്യുക. ബാക്കി ഇരിക്കുന്ന ഉരുളകളെല്ലാം ഇതിൽ നിരത്തി വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് അകത്തി വയ്ക്കുക. അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പിസ്ത വെച്ച് കൊടുക്കാം. ആ പ്ലേറ്റിലും നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം ഒരു 10 മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ആ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരു ഇഡ്ഡലി ചെമ്പിൽ നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ചൂടാക്കാൻ വെക്കണം. ഒരു 10 മിനിറ്റ് ഉപ്പ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കാൻ വെക്കാം. ഇപ്പോൾ ഉപ്പ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു കടായി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു തട്ടും കൂടി വെച്ച് കൊടുത്തു. നമ്മൾ പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് മെല്ലെ ഒന്ന് വെക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയി. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ നിറം വന്നിട്ട് വെടിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്കിത് ചൂടാണ്, ഇതിൽ നിന്നും ഇളക്കിയെടുക്കാൻ പറ്റില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ് ഒക്കെ മാറി കുറച്ച് കട്ടിയാവും. നമ്മൾ കടായിൽ ബേക്ക് ചെയ്യാൻ വെച്ചതും ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ നിന്നും മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, അടിഭാഗമൊക്കെ കണ്ടില്ലേ? ഇതുപോലെ ബാക്കിയെല്ലാം ഇളക്കിയെടുക്കാം. ഇപ്പോൾ പ്ലേറ്റിൽ വെച്ചതും റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ മാറിയതിന് ശേഷം എടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. ഇഡ്ഡലി തട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ബിസ്ക്കറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്